ദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ 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 ഡിസംബർ 29 ഈ ദിനം ഈശോടൊപ്പം ഈ ദീപികാന ആരാധനയിൽ ഈ ശുശ്രൂഷയിൽ ഉദയവുമേ തിരുവസ്തുരൂപ ഈ ദിനം ഞങ്ങൾക്കൊരു അനുഗ്രഹമായി മാറ്റണമേ എന്ന് ഈ പ്രമാദത്തിൽ അങ്ങയുടെ സന്നിധിയിൽ വന്നിരുന്ന് കണ്ണുനീരോടെ കൂപ്പുകരങ്ങളോട് പ്രാർത്ഥിക്കുന്ന ഓരോ ജീവിതത്തെയും കുടുംബത്തെയും സമൂഹത്തെയും ദൈവമേ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ ദിവസം ഒരു അനുഗ്രഹമായി മാറാൻ വേണ്ടി കർത്താവിന് കാഴ്ചവെക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയും ഈ പ്രഭാതത്തിൽ തന്നെ നല്ലവനായ ദൈവം കടന്നു വന്ന് നമ്മെ ഒരു അനുഗ്രഹമായി മാറ്റാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസം പ്രത്യേകമായി വചനത്തിന് അഭിഷേകം ദൈവമേ തരണമേ എന്ന് നിയോഗം വെച്ച് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ വചനം പ്രഭാഷകൻ്റെ പുസ്തകം 11-ാം അധ്യായം 21-ാം തിരുവചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ വേണ്ടിയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 11-ാം അധ്യായം 21-ാം തിരുവചനം ദൈവമേ അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്യുന്നുവല്ലോ. കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി നീ ചെയ്യുക. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. ദൈവമേ വചനത്തിൻ്റെ അഭിഷേകം ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെയും മകളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന സമയമാണ്. അനുദിനം കൊണ്ട് ജോലി ഉത്തരവാദിത്തങ്ങളെല്ലാം തിരുവചനം പറയുന്നത് പോലെ ഉദയവുമായ കർത്താവെ അങ്ങിൽ ശരണപ്പെട്ട് ചെയ്യേണ്ട വലിയൊരു അഭിഷേകം ഈ സമയം ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു വ്യക്തിയിലും കുടുംബത്തിനും വെളിപ്പെടാൻ വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പ്രവൃത്തിയും, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അധ്വാനവും യേശുവിൽ ശരണം വെച്ചുകൊണ്ടാണോ ഞാൻ ചെയ്യുക? തിരുവചനം ഇപ്രകാരമാണ് പറയുക, കർത്താവിൽ ശരണം വെച്ച് നീ നിന്റെ ജോലി ചെയ്യുക. അതിന് തിരുവചനം പറയുന്നത് പോലെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ദൈവമേ അങ്ങയിൽ മാത്രമേ ശരണം വെച്ച് ജോലി ചെയ്യാനുള്ളൊരു അഭിഷേകം ഈ സമയം ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു വ്യക്തിയിലും വെളിപ്പെടാൻ വേണ്ടി അമ്മയുടെ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ദൈവത്തെ ശരണം വയ്ക്കാതെ സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഏതെങ്കിലും വ്യക്തി അധ്വാനിക്കുന്നുവെങ്കിൽ അധ്വാന ശൈലി വഴിമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം ജീവിതത്തിൻ്റെ ഓരോ അധ്വാനവും ഉദയവുമായ കർത്താവെ അങ്ങേ മാത്രം ശരണം വെച്ച് ചെയ്യുന്ന വലിയൊരു അഭിഷേകത്തിലേക്ക് ഈ സമയം ഓരോ വ്യക്തിയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വലിയൊരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവേ യേശുവേ നമുക്ക് സ്തുതിക്കാം. യേശുവേ 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 ഈ സമയം ഈശോ തരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. സാധിക്കുന്നവർ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോ തരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരേ നിർമ്മലരായി ജീവിച്ചിടുവാൻ
ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് സിസ്റ്റർ ജോബിറ്റ്. ഞാൻ പൈങ്ങോട്ട് നിന്ന് വരുന്നു. എൻ്റെ ഡാഡിക്ക് വേണ്ടി സാക്ഷ്യം പറയുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഡാഡിയുടെ ലിവറിനോട് ചേർന്ന് ഒരു ട്യൂമർ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ റിസ്ക് ആണെന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടപ്പോൾ ഞാൻ 2024 ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടന്ന ശനിയാഴ്ച റൂഹാഭിഷേക ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുത്ത് പരിശുദ്ധ താബോർ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും കൈവയ്പ് ശുശ്രൂഷയിൽ ബഹുമാനപ്പെട്ട ജോർജ് പള്ളിക്കുന്നേൽ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തു. അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും വെഞ്ചരിച്ച വെള്ളം കുടിക്കുവാൻ കൊടുക്കണമെന്നും സാക്ഷ്യപ്പെടുത്തണമെന്നും പറഞ്ഞു. ഞങ്ങൾ വിശ്വാസത്തോടെ ജപമാല ചൊല്ലുകയും ഡാഡിക്ക് വെഞ്ചരിച്ച വെള്ളം കുടിക്കാൻ കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ട്രീറ്റ്മെൻറ്റ് വിജയകരമായി പൂർത്തിയാവുകയും പരിപൂർണ സൗഖ്യം ലഭിക്കുകയും ചെയ്തു. ചെക്കപ്പിന് ചെല്ലുമ്പോഴൊക്കെ ഇതൊരു അത്ഭുതമാണെന്ന് ഡോക്ടേഴ്സ് പറയാറുണ്ട്. പരിശുദ്ധ താബോർ മാതാവ് വഴി ഈശോ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ഈ ദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം